സഭാ നേതൃത്വത്തിനും മുഖപത്രമായ ദീപികയ്ക്കുമെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ബി.ജെ.പി. നേതാക്കളായ പി.സി. ജോർജും മകൻ ഷോൺ ജോർജും. ദീപിക കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഏജന്റായി പ്രവർത്തിക്കുകയാണെന്നും സഭാപിതാക്കന്മാർ UDF-ന് വേണ്ടി കുരയ്ക്കുകയാണെന്നുമാണ് ജോർജിന്റെ ആക്ഷേപം. കള്ളനാണയങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയും തിരിച്ചടിച്ചു. പി.സി. ജോർജിനെ പോലെയുള്ള രാഷ്ട്രീയ കോമരങ്ങൾ കേരള രാഷ്ട്രീയത്തിന് മാനക്കേടെന്നായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ മറുപടി. റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലായിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായിരുന്ന ഷോൺ ജോർജാണ് കത്തോലിക്ക സഭാ മുഖപത്രം ദീപികയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആദ്യം രംഗത്തെത്തിയത്. ചില മെത്രാന്മാരും സഭാ മുഖപത്രമായ ദീപികയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായി ഇടപെട്ടു എന്നാണ് ഷോണിന്റെ ആരോപണം. പത്രം നടത്താൻ പണമില്ലെങ്കിൽ പാലായിലെ ജനങ്ങൾ പിരിച്ചു നൽകിക്കൊള്ളാമെന്നും കോൺഗ്രസ് സർക്കാരുകളുടെ പണം കൈപ്പറ്റുന്നത് നിർത്തണമെന്നും ഷോൺ തുറന്നടിച്ചു. ഒരു ഇലക്ഷന് മുമ്പ് ചില മുന്നണികൾക്ക് വേണ്ടി വിടുപണി ചെയ്യരുത്. ദീപിക എന്ന് പറയുന്നത് സഭയുടെ മുഖപത്രമാണ്. ഇത് സഭാപിതാക്കന്മാരുടെ അഭിപ്രായമല്ല. ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരുകളുടെ പണം കൈപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് ഇനിയെങ്കിലും നിർത്തണം, അല്ലെങ്കിൽ സഭാമുഖപത്രം എന്നുള്ള പേര് ഉപേക്ഷിക്കണം. മകനേക്കാൾ ഒരുപടി കൂടി കടന്നായിരുന്നു പി.സി. ജോർജിന്റെ ആക്രമണം. FCRA നിയമത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് അമിത്ഷാ തന്നെ ഉറപ്പു നൽകിയിട്ടും മെത്രാന്മാർ UDF-ന് വേണ്ടി കുരയ്ക്കുകയാണെന്ന് പി.സി. ജോർജ് അധിക്ഷേപിച്ചു. ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അതിന് പത്രം എടുത്തോ? 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് പറക്കാത്തവന്മാരാ ആ ദീപ് നടത്തുന്നത്, മനസ്സിലായില്ലേ? നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുന്ന എംപാർക്ക് ഇത്ര വിഷമം. കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണോ എന്ന് വെച്ചാൽ അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട, നിങ്ങളെ ഒരു ഉപദ്രവം ഉണ്ടാകില്ല, കണക്ക് തന്നാൽ മതി. ഏത് കണക്ക് തന്നാലും അപ്രൂവ് ചെയ്തേക്കാം. എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാ കിടന്ന് കുരയ്ക്കുന്നത്? സഭാപിതാക്കന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിച്ച പി.സി. ജോർജിനും മകനുമെതിരെ കേരള കോൺഗ്രസ് എം രംഗത്തെത്തി. സഭയെ വേട്ടയാടുന്ന നിയമങ്ങൾ കൊണ്ടുവന്ന ബി.ജെ.പിയെ വെള്ളപൂശാനാണ് ജോർജ് ശ്രമിക്കുന്നതെന്ന് ജോസ് കെ മാണി ആരോപിച്ചു. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കള നാണയങ്ങളുടെ ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി ബി.ജെ.പി. അത് തിരിച്ചറിയും ഉടനെ തന്നെ. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനും ദീപിക പത്രത്തിനുമെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ പി.സി. ജോർജിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. ജോർജിന്റേത് രാഷ്ട്രീയ കോമരത്തിന്റെ വേഷമാണെന്നും സഭയെ താറടിക്കാൻ അനുവദിക്കില്ലെന്നും സംഘടന വ്യക്തമാക്കി. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് അല്ലെന്നും സംഘടന ഓർമ്മിപ്പിച്ചു. FCRA വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് തങ്ങളുടെ ഇടപെടൽ മൂലമാണെന്നായിരുന്നു പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും അവകാശവാദം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നമിട്ട ക്രൈസ്തവ വോട്ട് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് സഭാ നേതൃത്വത്തിനും സഭാ മുഖപത്രത്തിനുമെതിരായ പി.സി. ജോർജിന്റെയും മകന്റെയും അധിക്ഷേപമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.